ഇനി പറയാനുള്ളത് ഈ മറ്റേ പേജ് നമ്പർ 84 തന്നെ അനുഭയ പര്യവസായനോ വ്യതിരേകസ്യ ഉദാഹരണം. അപ്പോൾ നമ്മൾ ന്യൂനം പറഞ്ഞു, അധികം പറഞ്ഞു. ഇനി അനുഭയത്വ പര്യവസായി എന്ന് പറഞ്ഞാൽ രണ്ട് വല്ലാണ്. ന്യൂനം കുറവും ഉണ്ടാവില്ല, അധികവും ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. സോ മറ്റേത് എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചെയ്യും. വ്യതിരേകം എന്ന് പറഞ്ഞാൽ ഒന്ന് ലേശം മാത്രം മാറിയിട്ട് ഇങ്ങനെ നിൽക്കും. അതിന് ഉഭയം എന്നാണ്. ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ട്. അപ്പോൾ രണ്ടല്ല എന്നർത്ഥം. അനുഭയത്വം ന്യൂനവുമില്ല അധികവുമില്ല. അപ്പോൾ അനുഭയം എന്നാണ് അതിന് പറയുക. ന്യൂനവും അധികവും അല്ലാത്തതിന് അനുഭയം എന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണം നോക്കിക്കോളൂ. ദൃഢതര നിബദ്ധമുഷ്ടയെ, നിബുദ്ധ എന്നാണ് അതിലുള്ളത്. അത് ഭൂ എന്നുള്ളത് വെട്ടിയിട്ട് ബ എന്ന് തന്നെ ആക്കണം. ദൃഢതര നിബദ്ധമുഷ്ടയെ കോശനിഷണ്ണസ്യ സഹജമലിനസ്യ കൃപാണസ്യ ച കേവലമാകാരതോ ഭേദ. ദൃഢതര നിബദ്ധമുഷ്ടയെ ഇവിടെ പറയുന്നത്, ഇവിടെ രണ്ടാളെ നമ്മൾ താരതമ്യം ചെയ്യുകയാണ്. കൃപണൻ എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കനായിട്ടുള്ള ഒരു ചങ്ങാതി. കൃപണനാണ്, ലുബ്ധനാണ്, പിശുക്കനാണ്. കൃപാണം എന്ന് പറഞ്ഞാൽ വാളാണ്. സിക്കുകാരുടെ ആയുധം കൃപാണമാണ്, വാള്. കൃപാണം എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് കൃപ തീരെ ഉണ്ടാവില്ല. കൃപാം നുദതി ഇതി കൃപാണ. കൃപ നുദ പ്രേരണ എന്നർത്ഥം. കൃപ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കൃപയെ ഉപേക്ഷിക്കുന്നതാണ് കൃപാണ, വാള് എന്നർത്ഥം. അപ്പോൾ ഈ വാളിൻ്റെയും പിശുക്കനെയും കൂടെ താരതമ്യം ചെയ്യാണ്. ദൃഢതര നിബദ്ധമുഷ്ടയെ, മുഷ്ടി ഇവർ രണ്ടുപേരും ഇങ്ങനെ ശക്തിയായി പിടിക്കും. വാളിൻ്റെ മുകളിൽ, കൃപാണത്തിൻ്റെ മുകളിൽ, വാളിൻ്റെ മുകളിൽ രാജാക്കന്മാരും അങ്ങനെ വാൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ശക്തിയായിട്ട് പിടിക്കുമല്ലോ വാള്. ദൃഢതര നിബദ്ധമുഷ്ടയെ, മുഷ്ടി കൊണ്ട് നന്നായിട്ട് പിടിക്കും. ഈ പിശുക്കനാണെങ്കിൽ 10 പൈസ ആർക്കും കൊടുക്കാണ്ടോ അങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ടെന്നിരിക്കും പൈസ. അതാണ് ദൃഢതരമായിട്ട് വളരെ ഉറപ്പോട് കൂടിയിട്ട് മുഷ്ടി കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ശരിക്കും നന്നായിട്ട് അമർത്തി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ കോശനിഷണ്ണസ്യ, കോശം എന്ന് പറഞ്ഞാൽ ഉറയാണ്. കോശനിഷണ്ണസ്യ, കോശം എന്ന് ഈ ഒരു ഉറ എന്നാണ്, ഒരു ഉറ എന്നുള്ള അർത്ഥമാണ്. കോശനിഷണ്ണസ്യ, ഒരു വാൾ ഇടുന്ന ഒരു ഉറ ഉണ്ടാവില്ലേ, വാളുറ ഉണ്ടാവില്ലേ, ഈ ഉറേൻ്റെ അകത്താണ് വാൾ ഇരിക്കുക. അതേപോലെ കോശത്തിൻ്റെ അകത്ത്, ഒരു അറേൻ്റെ അകത്ത് കാരാഗ്രഹസ്ഥാനം അല്ല, മറ്റേ എന്താണ്, ഖഡ്ഗ കോശേ തത് ആവരണേ തിഷ്ടതി ലുബ്ധ സദാപി സ്വസ്യ ഭണ്ഡാകാരേ ധനരാശിം പശ്യൻ ഗണയൻശ്ച തിഷ്ടതി. ഈ ലുബ്ധൻ പിശുക്കൻ എല്ലാ സമയത്തും തൻ്റെ ഭണ്ഡാകാരത്തിൽ, തൻ്റെ ഭാണ്ഡത്തിൽ, കോശത്തിൽ ഇങ്ങനെ ഉള്ള ധനരാശിയെ നോക്കിയിട്ട്, ആ പണത്തിൻ്റെ കൂട്ടത്തിന് നോക്കിയിട്ടും എണ്ണീറ്റും അയാൾ ഇങ്ങനെ ഇരിക്കും. കോശനിഷണ്ണനായിട്ടിരിക്കും, കോശത്തിൽ തന്നെ ഇരിക്കും, ആ പണപ്പെട്ടി തന്നെ. ഭാണ്ഡഹ എന്നർത്ഥം. കോശം എന്ന് പറഞ്ഞാൽ അവർ അറ എന്നുള്ള അർത്ഥമാണ്. സഹജമലിനസ്യ, സഹജമലിനം എന്ന് പറഞ്ഞാൽ ഈ സഹജമായ മലിനത്തോടു കൂടിയതാണ്. മലിനം എന്ന് പറഞ്ഞാൽ കൃഷ്ണവർണ്ണത, കറുപ്പ് നിറം. കൃപണസ്യ മലിനവർണ്ണത്വം, വളരെ മോശമായുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അയാൾ കൊടുക്കുക. കൃഷ്ണവർണ്ണത സഹജം. പിശുക്കൻ ഒരു വലിയ വൃത്തിയുള്ള മുണ്ടൊന്നും കൊടുക്കാണ്ട് അങ്ങനെ അത്രയും ദാരിദ്ര്യമുള്ള മുണ്ട്, അയാൾ കണ്ടാൽ ഒരു ദാരിദ്ര്യമുള്ള ആളാണെന്ന് തോന്നും. മുണ്ടൊക്കെ ഒരു വലിയൊരു വൃത്തിയൊന്നും ഉണ്ടാവില്ല, മലിന വസ്ത്രമൊക്കെ ആയിരിക്കും. പിന്നെ കൃപാണസ്യ ദാക്ഷിണ്യരാഹിത്യരൂപം മലിനത്വം. കൃപാണത്തിനാണെങ്കിൽ വാളിന് ആ ദാക്ഷിണ്യരാഹിത്വമാണ്. ദാക്ഷിണ്യരാഹിത്യരൂപമാണ് മലിനത്വം. ഒരു ദയാദാക്ഷിണ്യം തീരെ ഉണ്ടാവില്ല.
അതുകൊണ്ടെങ്കിൽ മലിനായിക്കൊണ്ടിരിക്കും. വാള ആൾക്കാരെ വെട്ടി കൊന്നിട്ട് അതിൻ്റെ മുകളിൽ ചോരയും എല്ലായിട്ട് മലിനായിക്കൊണ്ടിരിക്കും. പിന്നെ വാളിൻ്റെ കറുപ്പ് നിറം മലിനായിക്കൊണ്ടുള്ളതാണ് എല്ലാ സമയത്തും. അപ്പോൾ അത് പറയാണ്, കൃപണസ്യ ലുബ്ധസ്യ കൃപണസ്യ കൃപണസാദൃശ്യം വർണ്ണയതി. കൃപാണസാദൃശ്യം ആക്കണം. അത് വാളിൻ്റെയും ഇവൻ്റെയും കൂടെ പറയാണ്, പിഷ്കൻ്റെയും കൂടെ സാദൃശ്യം പറയാണ്. ഉഭാവപി ദൃഢതര നിബദ്ധമുഷ്ടീഹി, രണ്ടും ദൃഢതരമായിട്ട് പിടിച്ചുള്ള മുഷ്ടിയോടുകൂടിയാണ്. വാളിൻ്റെ മുകളിൽ പിടിക്കും. കോശനിഷണ്ണവും, കോശത്തിൻ്റെ അകത്തായിരിക്കും, ഈ അറയിൻ്റെ അകത്തായിരിക്കും, ഇവൻ്റെ ബാണ്ടുകെട്ടിൻ്റെ അകത്തായിരിക്കും. സഹജമലിനവും ഉചഭവത, ഒരു കറുപ്പ് നിറവും ഭംഗിയില്ലായൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവും. കൃപണസ്യ മുഷ്ടി കരഗ്രഹണസ്ഥാനം അതിദൃഢത സമായോജിതം ദൃഢതയാ ആയോജിത. അയാളിങ്ങനെ വളരെയധികം ശക്തിയായി കൈ പിടിച്ചുകൊണ്ടുണ്ടാകും. കൃമണ സ്വഹസ്തപ്രാപ്തം ധനം. ഇവിടെ കൃപണസ്യ മുഷ്ടി എന്നാണ്. കൃപാണസ്യ എന്നാക്കേണ്ടതുണ്ട് പല സ്ഥലത്തും. കൃപാണസ്യ മുഷ്ടി കരഗ്രഹണസ്ഥാനം. കൃപാണത്തിൻ്റെ വാളിൻ്റെ മുഷ്ടിപ്രദേശം, കരഗ്രഹണസ്ഥാനം, കൈ പിടിക്കുന്ന സ്ഥാനം, ദൃഢതയാ സമായോജിതം, വളരെ ശക്തിയായിട്ട് ആയോജിപ്പിച്ചതാണ്, ഉണ്ടാക്കിയതാണ്. പിന്നെ കൃപണഹാസ്വ ഹസ്തപ്രാപ്തം ധനം അന്യേഭ്യോ അതത്വൈവ മുഷ്ടിം ദൃഢതയാ ഗൃഹാതി. കൃപണനാവട്ടെ പിഷ്കനാവട്ടെ തൻ്റെ കയ്യിൽ വന്നുള്ള പണം ആർക്കും ഒന്നും കൊടുക്കാതെ തൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നു. ഖഡ്ഗ കോശേ തദാവരണേ തിഷ്ഠതി. ഖഡ്ഗം, വാള് അതിൻ്റെ കോശത്തിലാണ്, വാളുറയിലാണ് ഇരിക്കുക. ലുബ്ധ സദാപി സ്വസ്യ ഭാണ്ഡാകാരേ ധനരാശിയും പശ്യൻ ഗണയംശ തിഷ്ഠതി. ലുബ്ധനാവട്ടെ, ആ പിഷ്കനാവട്ടെ എല്ലാ സമയത്തും തൻ്റെ ഭാണ്ഡം തുറന്ന് നോക്കിക്കും കൊണ്ടും അതിൽ ധനരാശി, അതിൽ ആ പണത്തിന് ആകുള്ള പണം എണ്ണി കണക്കായിക്കൊണ്ടിരിക്കും. കൃപണസ്യ മലിനവർണ്ണത്വം കൃഷ്ണവർണ്ണതാ സഹജം. ഇവിടെയും കൃപണസ്യ മലിനവർണ്ണത്വം സഹജം. കൃപണൻ്റെ പിശുക്കൻ്റെ കറുത്ത നിറം, മലിനമായി കൊണ്ടുള്ള വർണ്ണത, അവൻ്റെ നിറം ഒരു വൃത്തിയൊന്നുമില്ലാണ്ടാണ് പെരുമാറ്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിരിക്കും. കൃപാണസ്യ ദാക്ഷിണ്യരാഹിത്യ രൂപം മലിനത്വം. കൃപാണത്തിൻ്റെ വാളിൻ്റെ ദാക്ഷിണ്യരാഹിത്യ രൂപം, ദാക്ഷിണ്യം അതിന് തീരെ ഇല്ല എന്നുള്ളതുകൊണ്ട് അതാണ് അതിൻ്റെ മേല് വരുന്നൊരു കറ. വാളിൻ്റെ മേലുള്ളൊരു കറ എന്ന് പറഞ്ഞാൽ വാളിൻ്റെ മേലേക്ക് ആൾക്കാർ ഒരു പഴി ചാരുന്നത് എന്താണ്? ദാക്ഷിണ്യരാഹിത്യ രൂപം മലിനത്വം. ആൾക്കാരോട് യാതൊരു ദയവും ഇല്ലാതെയാണ് വാള് പെരുമാറുക. അനയോഹോ മിഥോ ഭേദ കേവലം ആകാരഗത ഏവ. ഇവ രണ്ടും കൂടിയുള്ള ഭേദം വെറും ആകാരം കൊണ്ട് മാത്രമാണ് എന്ന് പറയാം. ആകാരം കൊണ്ട് വാള് പോലെ ഇരിക്കും, പിഷ്കനെ പോലെ ഇരിക്കും. കേവലം ആകാരതോ ഭേദ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ആകാരം കൊണ്ട്, ശരീരം കൊണ്ടാണ് ഭേദം. രണ്ടും കൂടി താരതമ്യം ചെയ്ത് പറയുമ്പം അത്ര ദൃഢതര നിബദ്ധ മുഷ്ടിത്വേ കോശനിഷണ്ണത്വേ സഹജമലിനത്വേ ച സാമ്യം സംസൂച്യ. ഈ മൂന്ന് കാര്യങ്ങൾക്കും സാമ്യം സൂചിപ്പിച്ചിട്ട് ഉപമേയസ്യ ഗുണസ്യ ആധിക്യ ന്യൂനത്വയോ അഭാവവർണ്ണനാത് അനുഭയപര്യവസായി വ്യതിരേക. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഉപമേയസ്യ ഗുണസ്യ ആധിക്യ ന്യൂനത്വയോ അഭാവവർണ്ണനാത് അനുഭയപര്യവസായി വ്യതിരേക എന്നാണ് അർത്ഥം. അത് അനുഭയമായി കൊണ്ടുള്ളൊരു വ്യതിരേകമാണ്. ഇതിന് വേറെ ഉദാഹരണം കാണുന്നില്ല. ഇത് തന്നെയുള്ളൂ, ഒരു ഉദാഹരണം ഇതിനുള്ളൂ. അത് മതി, കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അതാണ് മൂന്ന് പ്രകാരത്തിലുള്ള ആധിക്യ ന്യൂനത്വ
അനുഭയത്തിലുള്ള ഈ വ്യതിരേകാലങ്കാരം. പിന്നെ പറയുന്നത് ആ പേജിൽ തന്നെ 84 തന്നെ അനന്വയ യൂണിറ്റ് 3 പിന്നെ ഉപമേയോപമ എന്ന് പറഞ്ഞുള്ള വേറൊരു അലങ്കാരം. അനന്വയം എന്ന് പറഞ്ഞാൽ ന അന്വയ അനന്വയ സ്വസ്യ സ്വേനൈവ സാദൃശ്യം ഇത്യതഃ അനന്വയ ഇത് അന്വർത്ഥസംജ്ഞ. അനന്വയ എന്നാണ് അന്വയം ഇല്ലാത്തത്. അന്വയം എന്ന് പറഞ്ഞാൽ അനു പശ്ചാത് അയഗതവും ന അന്വയ അനന്വയ. അനു എന്ന് പറഞ്ഞാൽ പശ്ചാത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം. അനു പിന്നെ അയധാതുവിന് പോവുക എന്നർത്ഥം. അനു പിന്നാലെ പോവുക. അപ്പോൾ പിന്നാലെ പോകുന്നില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് അതിമ തന്നെയുള്ളൂ. ന അന്വയ അനന്വയ അന്വയം അല്ലാത്തത് അനന്വയം എന്ന് വെച്ചാൽ ഓരോ വേറൊരു വാക്ക് അർത്ഥത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. വേറൊരു സാധനം ഉണ്ട് ഇതിനൊപ്പം. ഈ എന്താ പറയേണ്ടത്, നായികയുടെ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് പറയുന്നില്ല. നായികയുടെ മുഖം നായികയുടെ മുഖം ഇവിടെ അതല്ല. സ്വസ്യ സ്വേനൈവ സാദൃശ്യം ഇത് അതാ, തനിക്ക് തന്നോട് തന്നെയാണ് സാദൃശ്യം. അതെ, നായികയുടെ മുഖം നായികാമുഖം തന്നെ പോലെയാണ്. അതിന് വേറൊരു അന്വയം ആയതുകൊണ്ട് അതിന് വേറൊരു സാധനം അതിന് വരുന്നില്ല. നോക്കിക്കോളൂ, ഉപമാനോപമേയത്വം യത് ഏകസ്യൈവ വസ്തുനഃ. ഉപമാനോപമേയത്വം യത് ഏകസ്യൈവ വസ്തുനഃ. ഒരേ ഒരു വസ്തുവിന് ഉപമാനോപമേയത്വം യത് ഏകസ്യൈവ വസ്തുനഃ. ഏകസ്യൈവ വസ്തുനഃ യത് ഉപമാനത്വം ഉപമേയത്വം ച കൽപ്യതേ തത് അനന്വയാലങ്കാരഃ. ഒരു വസ്തുവിന് ഒരൊറ്റ വസ്തുവിന് തന്നെ ഉപമാനത്വവും ഉപമേയത്വവും കൂടെ കൽപ്പിക്കുകയാണെങ്കിൽ തത് അനന്വയാലങ്കാരം. അത് അനന്വയാലങ്കാരം. എന്നിട്ട് പറയാണ് ഇന്ദുരിന്ദ്രിവ ശ്രീമാൻ ഇത്യാദോ തത് അനന്വയ. ഇന്ദുരിന്ദ്രിവ ശ്രീമാൻ ഇത്യാദോ. ഇന്ദു ചന്ദ്ര ഇന്ദു ഇവ ഐശ്വര്യവാൻ. അത്ര ഇന്ദു ഏവ ഉപമാനം. ഇവിടെ ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഇവിടെ ഉപമാനം. അത് തന്നെയാണ് ഉപമേയം. അപ്പോൾ ഇന്ദോഹോ ശ്രീമത്വ ദ്യോതനായ സദൃശം വസ്തുവന്തരം ന വർത്തത ഇത് താല്പര്യം. ഇന്ദുവിൻ്റെ ഐശ്വര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വസ്തു അന്തരം, വേറൊരു വസ്തു ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് പറയാണ്. ഇന്ദുരിവ ശ്രീമാൻ. അപ്പം ഇന്ദു ചന്ദ്രനെ പോലെ തന്നെ ഐശ്വര്യവാനാണ്. ചന്ദ്രനെ പോലെ ഐശ്വര്യവാനാണ്. അവിടെ വേറൊരു സാധനം, അതിൻ്റെ ഉപമേയത്തിന് വേറൊരു ഉപമാനം ചൂണ്ടിക്കാണിക്കാനില്ല. മനസ്സിലായില്ലേ? അത് തന്നെയാണ്. അന്വയം വേറൊരു കാര്യം ഇല്ല എന്നർത്ഥം. അപ്പോൾ ഒരേ ഒരു വസ്തു തന്നെയാണ് ഉപമാനം ഉപമേയം. അതാണ് അനന്വയാലങ്കാരം. അടുത്തത് നോക്കിക്കോളൂ, ഗഗനം ഗഗനാകാരം. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം പോലെയാണ്. സാഗരോപമ. സാഗരം സമുദ്രം പോലെ തന്നെയാണ്. സമുദ്രവുമായിട്ട് ഉപമിക്കാൻ പറ്റുന്നതാണ്. രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. രാമരാവണന്മാരുടെ യുദ്ധം അതുപോലെ തന്നെയാണ്. അതിന് വേറെ ഉപമയൊന്നുമില്ല. രാമരാവണയോരിവ. രാമരാവണന്മാരുടെ യുദ്ധം പോലെയാണ്. വേറെ ഇതിലൊന്നും പറയാനില്ല എന്നർത്ഥം. ഇനി ആകാശൈവ ഭവതി. ആകാശം പോലെയാണ്. സമുദ്ര ഇവൈവ ഭവതി. സമുദ്രം പോലെയാണ്. രാമരാവണയോ യുദ്ധം രാമരാവണയോർ യുദ്ധം ഇവ ഏവ ഭവതി. അത്ര ആകാശ സമുദ്ര രാമരാവണയോർ യുദ്ധം ച ഉപമാനാനി ഉപമേയാനി ച ഭവന്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപമേയവും ഉപമാനവുമാണ്. മനസ്സിലായില്ലേ? ഏതൈഹി സാദൃശ്യം വഹദ് വസ്തുവന്തരം നാസ്തീതി വർണ്ണനാത് അനന്വയാലങ്കാര. ഈ സാധനങ്ങളോട് സാദൃശ്യം പറയാൻ
സാദൃശ്യം വഹിക്കുന്നതായ മറ്റൊരു വസ്തു ഇല്ലാത്തതുകൊണ്ട് അനന്വയം എന്ന് പറഞ്ഞത് അലങ്കാരമാണ്. പിന്നെ അവിടെ തന്നെ പറഞ്ഞു ഉപമാ അനന്വയോ മിത കോ ഭേദ. ഉപമാ അനന്വയങ്ങൾക്ക് തമ്മിൽ എന്താണ് ഭേദം? ഉപമാ അനന്വയ ച ഭേദാഭേദ പ്രധാനാവാപി സാദൃശ്യമൂലവും അലങ്കാരവും ഭവത. ഭേദാഭേദ പ്രധാനങ്ങളാണെങ്കിൽ പോലും സാദൃശ്യമൂലങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളാണ്. ഉപമായാം ഉപമാനം ഉപമേയം ജഭിന്നെ. ഉപമാലങ്കാരത്തിൽ ഉപമേയവും ഉപമാനം വേറെ വേറെയാണ്. ഉപമേയ പ്രസിദ്ധ വസ്തു, ഉപമേയം അപ്രസിദ്ധ വസ്തു. ഉപമേയമാണെങ്കിൽ അപ്രസിദ്ധമായുള്ള വസ്തു, ചെറിയ വസ്തു. ഉപമാനം പ്രസിദ്ധ വസ്തു ച അനന്വയേതു ഉപമാനം ഉപമേയം ച അഭിന്നേ. ഇത് എഴുതി വളരെ ശ്രദ്ധിക്കണം. ഭിന്നേ അഭിന്നേ എന്നുള്ള പറയുകയാണ്. അനന്വയേതു ഉപമാനം ഉപമേയം ച ഭിന്നേ. അനന്വയത്തിൽ ഉപമാനം ഉപമേയും അഭിന്നങ്ങളാണ്, ഭിന്നങ്ങളല്ല. തത്രോപമാനമേവ ഉപമേയം. അവിടെ പല സ്ഥലത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ പുസ്തകത്തിൽ വരുന്നുണ്ട്. തത്രോപമാനമേവ എന്ന് ചേർക്കണം. 85-ാം പേജ്. ഉപമാനം തന്നെയാണ് ഉപമേയം. സ്വനൈവ സാദൃശ്യം തത് സദൃശം അന്യത് കിഞ്ചിതഭി പരികല്പ്യത. അതിനോട് സദൃശമായിട്ട് വേറെ ഒന്നും ഇല്ല എന്ന് പറയാം. ഇനി നമ്മൾ പറയേണ്ടത് ഉപമേയോപമയാണ്. ഉപമേയോപമ എന്ന് പറഞ്ഞാൽ ഉപമേയമേവ ഉപമ. ഇവിടെ പര്യായം കൊണ്ടാണ്. പര്യായേണ ദ്വയോസ്തച്ചേത് ഉപമേയോപമാമത. ധർമ്മോർത്ഥ ഇവ പൂർണ്ണശ്രീർ അർത്ഥോ ധർമ്മ ഇവ ത്വയി. പര്യായം കൊണ്ട് പറയാണ്. ദ്വയോഹോ തച്ചേത്, രണ്ട് ദ്വയോഹോ തത് ചേത്, തച്ചേതെന്ന് പറയാണ്. ഉപമേയോപമാമത. പര്യായം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ട് ചുറ്റും ചുറ്റും ഇങ്ങനെ പോവുകയെന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചാടി പോകുന്നില്ല, മറ്റൊന്ന് തേടിയിട്ട് പോകുന്നില്ല. അപ്പം ദ്വയോഹോ പര്യായേണ ചെയ്ത്, രണ്ട് സാധനങ്ങൾക്ക് പര്യായമാണ്. എങ്ങനെയാ നോക്കിക്കോളൂ. ദ്വയോഹോ ഉപമാനോപമേയോ പര്യായേണ വാക്യഭേദേന തത് ഉപമാനോപമേയത്വം ചെയ്ത് ഉപമേയോപമാലങ്കാര. ഉപമാനോപമയങ്ങൾക്ക് പര്യായം കൊണ്ട്, വാക്യഭേദം കൊണ്ട് തത് ഉപമാനോപമേയത്വം ഉണ്ടാകുന്നുവെങ്കിൽ ഉപമേയ ഓപമ എന്ന് പറഞ്ഞാൽ അലങ്കാരം. ദ്വയോഹോ വാക്യയോഹോ ഏകസ്മിൻ ഉപമാനത്വേന വിവക്ഷിതം. രണ്ട് വാക്യങ്ങളിൽ ഒന്ന് ഉപമാനമായിട്ട് വർണ്ണിച്ചത് മറ്റേ വാക്യത്തിൽ ഉപമേയമാവും. അപരസ്മിൻ വാക്യം ഉപമേയം ഭവതി. തഥാ പ്രഥമവാക്യെ ഉപമേയഭൂതം അപരസ്മിൻ ഉപമാനതാം ഏതി തത്ര ഉപമേയോപമ. ആദ്യം ഉപമാനമായിട്ട് വർണ്ണിച്ചത് പിന്നെ അടുത്ത വാചകത്തിൽ ഉപമേയാവും. ഉപമേയമായിട്ട് വർണ്ണിച്ചത് പിന്നീട് ഉപമാനമായി തീരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് പര്യായേണ. അതിൻ്റെ രണ്ടിൻ്റെയും ഇങ്ങനെ ചുറ്റിക്കളിക്കുകയാണ്. ഉപമേയം ഉപമാനാവും, ഉപമാനം ഉപമേയാവും. ആ വാക്യം പുറത്തേക്ക് പോകുന്നില്ല. പരി അയതി, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും ഇങ്ങനെ പരി അയതി. അപ്പം ഉദാഹരണം നോക്കിക്കോളൂ. ധർമ്മോർത്ഥ ഇവ പൂർണ്ണശ്രീർ അർത്ഥോ ധർമ്മ ഇവ ത്വയി ധർമ്മ അർത്ഥ ഇവ പൂർണ്ണശ്രീ ഭവതി. അങ്ങയിൽ എന്ന് പറഞ്ഞാൽ അങ്ങാവുന്ന രാജാവിൽ നിന്നർത്ഥം. ത്വയി അങ്ങയിൽ ധർമ്മം എന്ന് പറഞ്ഞ സാധനം അർത്ഥ ഇവ പൂർണ്ണശ്രീഹി ഭവതി. അർത്ഥം പോലെ അങ്ങയിൽ ധർമ്മം എന്ന് പറഞ്ഞ സാധനം അർത്ഥം പോലെ, പുരുഷാർത്ഥം പോലെ പൂർണ്ണശ്രീർ ഭവതി, പൂർണ്ണമായ ഐശ്വര്യത്തോടു കൂടിയതാണ്. അർത്ഥശ്ച ധർമ്മ ഇവ പൂർണ്ണശ്രീ. അർത്ഥമാകട്ടെ ധർമ്മം പോലെ പൂർണ്ണശ്രീ ആയിട്ടുള്ളതാണ്. അത്ര പ്രഥമവാക്യേ ഉക്തയോ ഉപമേയോപമാനയോ ദ്വിതീയവാക്യേ യഥാക്രമം ഉപമാനത്വം ഉപമേയത്വം ച പരികൽപ്പിതം ഇത് അതഃ ഉപമേയോപമാലങ്കാര. അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള ഉപമേയോപമാനങ്ങൾക്ക് രണ്ടാമത്തെ വാക്യത്തിൽ ഉപമാനത്വവും ഉപമേയത്വമാണ്. ഉപമേയവും ഉപമാനം പറഞ്ഞു ആദ്യം.
ആ സാധനം അടുത്ത വാക്യം ആകുമ്പോഴേക്ക് ഉപമാനവും ഉപമേയും ആയിട്ട് മാറും. പരികൽപ്പിതം ഇത് അത ഉപമേയോപമ. ഉപമേയോപമ എന്ന് പറഞ്ഞാൽ ഉപമേയം തന്നെ ഉപമാനമായിട്ട് മാറുകയാണ്. ഇത് രണ്ട് വാക്യങ്ങളാണ്. പര്യായേന വാക്യഭേദേന ഉപമാനം അടുത്ത വാക്യത്തിൽ ഉപമേയാവും, ഉപമേയം അടുത്ത വാക്യത്തിൽ ഉപമാനമാവും. ഇതാണ് ധർമ്മോർത്ഥിവ പൂർണ്ണശ്രീ. ധർമ്മം എന്ന് പറഞ്ഞ സാധനം അർത്ഥം പോലെ പൂർണ്ണശ്രീയോട് കൂടിയതാണ്. പിന്നെയോ അർത്ഥം ധർമ്മം പോലെ പൂർണ്ണശ്രീയോട് കൂടിയതാണ്. അല്ലയോ രാജാവ്, ഇങ്ങനെ കൂടിയിട്ടാണ് അങ്ങയിലിരിക്കുന്നത്. തൊയ് എന്ന് പറഞ്ഞാൽ നിന്നൽ എന്നർത്ഥം, സപ്തമി. നോക്കിയോളൂ, ഇതിൻ്റെ വേറൊരു ഉദാഹരണം പറയാണ്. ഖമിവ ജലം ജലമിവ ഖം ഹംസ ഇവ ചന്ദ്ര ഇവ ഹംസ താരാകാരാണി കുമുദാനി. ഖമിവ ജലം, ആകാശം പോലെയാണ് വെള്ളം. പിന്നെ പറയാണ് വെള്ളം പോലെയാണ് ആകാശം. ഹംസ ഇവ ചന്ദ്ര, ഹംസ അരയന്നത്തിനെ പോലെയാണ് ചന്ദ്രൻ, ചന്ദ്രനെ പോലെയാണ് അരയന്നം. എന്നിട്ട് കുമുദാകാരാഹ താരാഹ, ആകാശത്തിലെ താരങ്ങൾ നക്ഷത്രങ്ങളൊക്കെ കുമുദാകാരാഹ, ആമ്പൽപ്പൂവുകളെ പോലെയാണ്. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പൽപ്പൂവാണ്. നക്ഷത്രാണി കുമുദാനി വച ഭവന്തി. പിന്നെയോ താരാകാരാണി കുമുദാനി, ഇവിടെ താഴത്തുള്ള കുമുദ പുഷ്പങ്ങൾ ആമ്പൽ പൂവുകളൊക്കെ താരാകാരാണി, താരകളുടെ നക്ഷത്രങ്ങളുടെ ആകാരമുള്ളവയാണ്. മറ്റേ ആകാരം അതിൻ്റെ ആകാരഭംഗി, ശരീരഭംഗി എന്നർത്ഥം. ആകാശമിവ ഭവതി ജലം, ജലമിവ ഭവതി ആകാശ, അത് പറഞ്ഞ സാധനം തന്നെ. ഹംസ ചന്ദ്ര ഇവ ഭവതി, ചന്ദ്ര ഹംസ ഇവ ഭവതി, കുമുദാനി നക്ഷത്രാണി ഇവ ഭവന്തി, നക്ഷത്രാണി കുമുദാനി ഇവ ച ഭവന്തി. അത്ര ആകാശസ്യ ജലസ്യ ഹംസസ്യ ചന്ദ്രസ്യ കുമുദാനാം നക്ഷത്രാണാം ച പര്യായേന ഉപമാനോപമേയത്വ കൽപ്പനാത്. അവിടെയും ഒരു പാ പോയിട്ടുണ്ട്. ഉപമാനോപമേയത്വ കൽപ്പനാത് ഉപമേയോപമാലങ്കാര. ഉപമേയോപമ എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യായമായിട്ട് പറയാം. ഇനി ഉപമേയോപമയോഹോ മിഥ കോ ഭേദ. ഉപമയും ഉപമേയോപമയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയാണ്. ഉപമാലങ്കാര ഏകസ്മിന്നേവ വാക്യേ പൂർണ്ണതാമേതി. ഉപമാലങ്കാരം ഒരൊറ്റ വാക്കിൽ തന്നെ ഒരു വാചകത്തിൽ തന്നെ പൂർണ്ണമാവും. തത്ര ഉപമാനസ്യ ന്യൂനത്വാധിക്യേ നസ്ത ഗുണാധിക്യം വിദ്യതേ. ഉപമാനത്ത് അവിടെയാണ് ഉപമയിൽ ഉപമാനത്തിൻ്റെ ന്യൂനത്വാധിക്യേ നസ്ത, ഉപമാനത്തിൻ്റെ ന്യൂനത്വമോ അധികമോ ഇല്ല. ഗുണാധിക്യം വിദ്യത, ഗുണം അധികമായിട്ടുള്ള സാധനമാണ് ഇവിടെ ഉപമാനം ആയിട്ട് പറയാം. ഉപമേയോപമായം വാക്യദ്വയം വർത്തത. ഉപമേയോപമയിൽ രണ്ട് വാക്കുണ്ടാവും. അവിടെ ഒരു വാക്കിനുള്ളതെന്ന് പറഞ്ഞ ഉപമയിൽ ഇവിടെ രണ്ട് വാക്കുണ്ടാവും. ഉപമാനോപമയോഹോ ഗുണഗതേ പ്രഥമാവാക്യസ്യ ഉപമാനം ദ്വിതീയവാക്യേ ഉപമേയം ഭവതി. ഉപമാനോപമേയോഹോ ഗുണഗതേ പ്രഥമവാക്യസ്യ ഉപമാനം. ഉപമാനോപമേയങ്ങളുടെ ഗുണത്തെപ്പറ്റി പറയുന്ന സമയത്ത് പ്രഥമവാക്യത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഉപമാനം, രണ്ടാമത്തെ വാക്യത്തിൽ ഉപമേയമായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഒന്നാം വാക്യത്തിൽ ഉപമേയം, രണ്ടാം വാക്യത്തിൽ ഉപമാനം കൂടിയാവുന്നു. യഥാ മുഖം ചന്ദ്രൈവ ശോഭത ഇത് ഉപമ. മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്ന് ഉപമ. മറ്റേതെന്താണ്? മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉപമയാണ്. ഇവിടെ എന്താണ്? ഉപമേയോപമയിൽ എന്താണ്? മുഖം ചന്ദ്ര ഇവ ശോഭത, ചന്ദ്ര മുഖം ഇവ ശോഭത ഇത് ഉപമേയോപമ. മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു, ചന്ദ്രൻ മുഖത്തെ പോലെയും ശോഭിക്കുന്നു എന്ന് ഉപമേയോപമ. അങ്ങോട്ടും ഇങ്ങോട്ടും പര്യായേണ ദ്വയോസ്തച്ഛേത് ഉപമേയോപമാമത. ശരി. ഇനി നമുക്ക് പറയാനുള്ളത് 86 പേജിൽ യൂണിറ്റ് 4 ശ്ലേഷ എന്നുള്ള അലങ്കാരമാണ്. ശ്ലേഷം എന്ന് പറഞ്ഞാൽ ആശ്ലേഷം എന്ന് കേട്ടില്ലേ? കെട്ടിപ്പിടിക്കലും. അതേപോലെ വിശ്ലേഷം എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞു പോവുക. പ്രശ്ലേഷം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ആ ഒരു
ഒരു വരവ്, ആ ഒരു ഒരു കൊട്ടേഷൻ അതിനൊക്കെയാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ നാനാർത്ഥ സംശ്രയ ശ്ലേഷ വർണ്യാവർണ്യോഭയാശ്രിത. നാനാർത്ഥ സംശ്രയ ശ്ലേഷ, നാനാ അർത്ഥങ്ങൾ വന്നിട്ട് ആശ്രയിക്കുന്നതാണ് ശ്ലേഷം. വർണ്യാവർണ്യോഭയാശ്രയ, വർണ്യത്തെയും അവർണ്യത്തെയും രണ്ടിനെയും വർണ്യാവർണ്യോഭയാശ്രിത. വർണ്യശ്ലേഷ അവർണ്യശ്ലേഷ, ഒരൊറ്റ മിനിറ്റ്. വർണ്യാവർണ്യശ്ലേഷ, ഇതൊക്കെ ഒരു സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഒരു വാക്ക് വെറുതെ പറയില്ല. വർണ്യ ആവർണ്യോഭയാശ്രിത. അപ്പൊ അങ്ങനെ മൂന്ന് തരം: വർണ്യാശ്രയ, അവർണ്യാശ്രയ, വർണ്യാശ്രിത, അവർണ്യാശ്രിത, ഉഭയാശ്രിത, രണ്ടിലും. അപ്പം ഈ വർണ്യത്തിനെ, പ്രകൃതത്തിനെ, ഉപമേയത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ശ്ലേഷം. അതേപോലെ അപ്രകൃത ശ്ലേഷം, അവർണ്യശ്ലേഷം, ഉപമാനശ്ലേഷം. പിന്നെ അതേപോലെ അപ്രകൃത ശ്ലേഷം, വർണ്യാവർണ്യശ്ലേഷ, ഉപമാനോപമേയാശ്രയീ. മനസ്സിലായില്ല? അപ്പൊ ഇത് മറ്റേ ഞാൻ ആദ്യം പറഞ്ഞു, ഉപമേയം വിഷയ പ്രകൃതം വർണ്യം, ഉപമാനം വിഷയീ അപ്രകൃതം അവർണ്യം എന്നിങ്ങനെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പറയുന്നു ആലങ്കാരികന്മാർ. അത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഉപമേയം എന്ന് പറഞ്ഞാൽ, ഉപമേയം ഉപമാനം എന്ന് പറയും പോലെയാണ് വിഷയ വിഷയീ. അതേപോലെ പ്രകൃതം പ്രകൃത അപ്രകൃത. പിന്നെ വർണ്യം അവർണ്യം, വർണ്യശ്ലേഷ അവർണ്യശ്ലേഷ. ഇവിടെ ആദ്യം തന്നെ പ്രകൃതശ്ലേഷ എന്ന് പറഞ്ഞു. അപ്പം ഉപമേയത്തിനെ ആശ്രയിച്ചും കൊണ്ടുള്ള, വർണ്യത്തിനെ ആശ്രയിച്ചും കൊണ്ടുള്ള ശ്ലേഷം. ശ്ലേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വാക്കിന്റെ മുകളിൽ അനവധി അർത്ഥങ്ങൾ കയറി പിടിച്ചിട്ടുള്ളതാണ്. ആശ്ലേഷിക്കുകയാണ് അർത്ഥങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വാക്കിനെ. അപ്പോൾ അവിടെ ഉദാഹരണം നോക്കിക്കോളൂ. സർവതോ മാധവ പായാത് സർവതോ മാധവ പായാത് യോ ഗംഗാമതീധരൻ. സർവതോ മാധവ പായാത് സയോ ഗംഗാമതീധരൻ. സർവതോ മാധവ പായാത് സയോ ഗംഗാമതീധരൻ. ഓക്കെ. അക്ഷരങ്ങൾ ഇങ്ങനെ തെറ്റിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെല്ലി നോക്കിയതാണ്. ഇവിടെ ഈ ശ്ലോകത്തില് വിഷ്ണുവിന്റെയും ശിവന്റെയും കൂടെ സ്തുതി വരുന്നൊരു വരിയാണ്. സർവതഃ മാധവ, എല്ലാം നൽകുന്നവനായ മാധവൻ. മാധവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ, മായുടെ ധവൻ, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ് വിഷ്ണു ഭഗവാൻ. യാതൊരു വിഷ്ണു ഭഗവാൻ, യാതൊരു മാധവനാണോ അകത്തെയും, അകം എന്ന് പറഞ്ഞാൽ പർവ്വതം, ഗാം എന്ന് പറഞ്ഞാൽ ഭൂമി, അതീധരത്ത് അതായത് യാതൊരു മാധവനാണോ അകത്ത് എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് ന ഗച്ഛതീതി അഗ. അപ്പം അകത്തെയും പർവ്വതയും, ഗോവർദ്ധന പർവ്വതമൊക്കെ എടുത്ത് പൊന്തിച്ചിട്ട് മഴ ഭൂമിയിൽ വല്ലാണ്ട് ഒരു 7 ദിവസം ഒന്നായിട്ട് മഴ പെയ്തപ്പോൾ അതൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പർവ്വതം എടുത്തിട്ട് ചെറുവിരലുണ്ടോ ഉയർത്തിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പം ഗാം എന്ന് പറഞ്ഞാൽ ഭൂമിയെ രക്ഷിച്ചിട്ടുണ്ട്, അല്ല ഭൂമിയെ. അതീധരത്ത് സ പായാത് ഇത് അർത്ഥ. പർവ്വതത്തെയും ഭൂമിയെയും ആരാണോ ധരിച്ചത് അദ്ദേഹം രക്ഷിക്കട്ടെ എന്ന് പറയാണ്. അത്ര സർവാഭീഷ്ട പ്രദാത കൃഷ്ണ രക്ഷതു. എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്നവനായ കൃഷ്ണൻ രക്ഷിക്കട്ടെ. അകം പർവ്വതം, ഗോവർദ്ധൻ പർവ്വതം, ഗാം പൃഥിവീം ച ധൃതവാൻ, ഭൂമിയെയും ഒക്കെ ധരിച്ചിട്ടുള്ള ആളാണ്. ഇത്യേക അർത്ഥ കൃഷ്ണാർത്ഥയെ. കൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു വാക്ക്, ആ അർത്ഥം. അയം പ്രകൃതാർത്ഥ, ഇത് പ്രകൃതാർത്ഥമാണ്. പ്രകൃതാർത്ഥം എന്ന് പറഞ്ഞാൽ ഉപമേയാർത്ഥമാണ്. പിന്നെ നോക്കിക്കോളൂ, സർവദാ ഉമാധവ പായാത്, എല്ലായ്പ്പോഴും ഉമാധവൻ, ഉമയുടെ ഭർത്താവായുള്ള ശിവൻ രക്ഷിക്കട്ടെ.
ഗംഗാമതീധരം, യാതൊരാളാണോ ഗംഗയെ ധരിച്ചിട്ടുള്ളത് എന്നർത്ഥം. യോഗംഗാമതീധരം, ഇത് ഒരേ സാധനം തന്നെ. സർവതോ മാധവപ്പായ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ സർവതോ മാധവ എന്നുള്ള രണ്ട് തരത്തിലും പദം പിരിച്ചിട്ട് എഴുതാമെന്നർത്ഥം. ഉമാധവ ഉമായാഹ ധവ ഭർത്ത ശിവ ഇത് ശിവപക്ഷേ. ഉമയുടെ ധവൻ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ശിവ എന്ന്. ഉമയുടെ ഭർത്താവായിട്ടുള്ള ഉമയുടെ ധവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് ധവഹ ഭർത്താ ശിവ ഇത് ശിവപക്ഷേ, ശിവന്റെ പക്ഷത്തിൽ. അയമവി പ്രകൃതാർത്ഥ, ഇതും പ്രകൃതാർത്ഥമാണ്. അസ്യാം പ്രാർത്ഥനായാം നാനാർത്ഥപദാശ്രയേണ പ്രകൃതയോഹോ കൃഷ്ണശിവയോരുഭയോഹോ സ്തുതവർത്തമാനത്വാത് പ്രദർശ്ലേഷ. ഈ പ്രാർത്ഥനയിൽ തന്നെ നാനാർത്ഥപദാശ്രയമായിട്ടുള്ള പ്രകൃതങ്ങളുടെ ഉപമേയങ്ങളുടെ കൃഷ്ണനെയും ശിവനെയും ഒരേപോലുള്ള കൃഷ്ണനും ശിവനുമുള്ള ഒരേ രണ്ടുപേർക്കുമുള്ള സ്തുതി ഉണ്ടായതുകൊണ്ട് പ്രകൃതശ്ലേഷം എന്ന് പറയാം. അതായത് ഉപമേശ്ലേഷം എന്നർത്ഥം. പ്രകൃതശ്ലേഷം എന്നാണ് പറയാ. പിന്നെ പറയാണ് അതേപോലത്തെ വേറൊരു ശ്ലോകം കൂടി. ത്രാത കാകോദരോയേന ദോഗ്ധാപി കരുണാത്മന പൂതനാമാരണാഖ്യാത എന്നവിടെ കാണാം. പൂതനാമാരണഖ്യാത എന്ന് ഇവിടെ പല സ്ഥലത്തും ആവശ്യമില്ലാത്ത ദീർഘങ്ങളുണ്ട്. പൂതനാമാരണഖ്യാത സമയസ്തു ശരണം പ്രഭു, അദ്ദേഹം എനിക്ക് ശരണമായി തീരട്ടെ എന്നർത്ഥം. ത്രാത എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആൾ. നോക്കിക്കോളൂ, അതിൻ്റെ അർത്ഥം പറയും, മനസ്സിലാവും. കാചന പ്രാർത്ഥനയായും, ഒരു പ്രാർത്ഥനയാണ്. ഏന കരുണാത്മന, യാതൊരു കരുണാത്മാവായിട്ടുള്ള രാമനാലാണോ അധരനായിട്ടുള്ള ഭയരഹിതനായിട്ടുള്ളവനും ദ്രോഹിക്കുന്നവനുമായിട്ടുള്ള ദ്രോഹശീലോ അപി കാക രക്ഷിത. ദേവേന്ദ്രന്റെ മകനായിട്ടുള്ള ജയന്തൻ എന്ന് പറഞ്ഞുള്ള ജയന്തൻ ഇവരെ മറ്റേ ശ്രീരാമനും സീതയും കൂടെ കാട്ടിലുണ്ടാവും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് സീത മറ്റേ ഉണക്കാൻ ഇട്ടിരിക്കുന്ന മാംസങ്ങളൊക്കെ ആ കാക്ക കൊത്തി തിന്നു. അപ്പൊ മടിയിലിങ്ങനെ അപ്പൊ വല്ലാതെ ഉപദ്രവിച്ച സമയത്ത് ശ്രീരാമൻ ഒരൊറ്റ അസ്ത്രം കൊടുത്തു ഇവന്റെ നേരെ, ജയന്തന്റെ നേരെ. അതുകൊണ്ട് ആ അസ്ത്രം കൊണ്ട് ഇയാളൊരു കണ്ണ് പോയി കിട്ടി. കാക്കേന്റെ വേഷത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇന്നും കാക്കയ്ക്ക് ഒരു കണ്ണ് കാണില്ല നല്ലോണം. ആ ദേവേന്ദ്രന്റെ മകൻ പറ്റിച്ച പണിയാണ് ജയന്തൻ. കാക്കയിൽ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയതാണ്. പവിത്രനാമധേയ യുദ്ധേ വിഖ്യാത സ രാമ മേ ശരണമസ്തു ഇത് ഏക അർത്ഥ. പവിത്രനാമധേയനായിക്കൊണ്ടുള്ള, പവിത്രനാമധേയൻ വളരെ പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള പേരോടുകൂടിയവനും യുദ്ധേ വിഖ്യാത യുദ്ധത്തിൽ പ്രസിദ്ധനുമായിട്ടുള്ള രാമൻ മേ ശരണമസ്തു ഇത്യേക അർത്ഥ. എനിക്ക് ആ രാമൻ ശരണമായിരിക്കട്ടെ എന്നൊരർത്ഥം. പിന്നെ പറയാണ് ഏന കാകോദര എന്ന് വെച്ചാൽ സർപ്പം. കാകോദര സർപ്പ കാളിയ രക്ഷിത. യാതൊരാളാണോ, യാതൊരു ശ്രീകൃഷ്ണനാലാണോ കാകോദരൻ ആയിട്ടുള്ള സർപ്പമായിട്ടുള്ള കാളിയൻ രക്ഷിക്കപ്പെട്ടത്, പൂതനായാഹ മാരണയന ഖ്യാത. അപ്പൊ അവിടെ പൂതനാമാരണഖ്യാത എന്ന് ആദ്യത്തെ പദച്ഛേദം. ഇവിടെ പൂതനാമാരണഖ്യാത, പൂതന എന്ന് പറഞ്ഞുള്ള ദുഷ്ടരാക്ഷസീനെ കൊന്നതുകൊണ്ട് പ്രസിദ്ധനായിട്ടുള്ള ആ കൃഷ്ണൻ എനിക്ക് ശരണമാകട്ടെ എന്ന്. ഇത് അപരഹ അർത്ഥ. ഇവിടെ വേറൊരർത്ഥം. അവിടെ നാനാർത്ഥപദാശ്രയേണ പ്രകൃതയോഹോ ഉഭയോഹോ രാമകൃഷ്ണയോഹോ സ്തുതേർവർത്തമാനത്വാത് പ്രശ്ലേഷ. ഇവിടെ നാനാർത്ഥത്തിന് സംശ്രയിക്കുന്നതായ നാനാർത്ഥ പദത്തെ ആശ്രയിക്കുന്ന പ്രകൃതം കൊണ്ട്, ഉപമേയം കൊണ്ട് രണ്ടുപേരുടെയും രാമകൃഷ്ണന്മാരെ സ്തുതിക്കുക എന്നുള്ളത് ഇവിടെ ഉണ്ടായത് കൊണ്ട് പ്രകൃതശ്ലേഷം എന്ന് പറയുക. അതാണ് പ്രകൃതശ്ലേഷം. ഇനി അപ്രകൃതശ്ലേഷം പറയാണ്, ഉപമാനശ്ലേഷം.
ഉപമാനശ്ലേഷം എന്ന് പറഞ്ഞാൽ അപ്രകൃതാനേകാർത്ഥ വിഷയ ശബ്ദവിന്യാസരൂപ അപ്രകൃതശ്ലേഷ. അപ്രകൃതങ്ങളായിട്ടുള്ള ഉപമേയങ്ങളായിട്ടുള്ള അനേക വിഷയങ്ങളുടെ ശബ്ദവിന്യാസ രൂപമായിട്ടുള്ളതാണ് അപ്രകൃത ശ്ലേഷം, ഉപമാനശ്ലേഷം. പറയാണ് അബ്ജയന. അപ്പൊ ഉപമാനാണ് അവിടെ മാത്രം പറയുക, അവിടെ ഉപമയൊന്നുമില്ല. ഉപമാനം തന്നെ ഒരു വാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ പൂതനാമാരണഖ്യാതാന്നൊക്കെ പറഞ്ഞില്ലേ, സർവതോ മാധവ എന്നൊക്കെ അതേപോലത്തെ വാക്കാണ്. അബ്ജേന തൊന്മുഖം തുല്യം ഹരിണ ആഹിത ശക്തിന. അബ്ജം, അബ്ജം എന്ന് പറഞ്ഞാൽ താമര എന്നർത്ഥമുണ്ട്. മറ്റേ എന്താണ്, ചന്ദ്രൻ എന്നുണ്ട് അർത്ഥം. ഇവിടെ താമരേനെ പറയാണ്. നമുക്ക് നോക്കാം. തുൻമുഖം തുല്യം, നിന്റെ മുഖം തുല്യമാണ്. ഹരിണ ആഹിത ശക്തിന. ഹരിണ എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ എന്നർത്ഥം. ആഹിത ശക്തി എന്ന് പറഞ്ഞാൽ കൃതസംഖ്യേന അബ്ജേന. അപ്പൊ നമുക്ക് നോക്കിക്കോളൂ. തവ മുഖം ഹരിണ സൂര്യേണ ആഹിത ശക്തിന. നിന്റെ മുഖം സൂര്യനാൽ ആഹിത ശക്തിന കൃത ആസക്തിന. നിന്റെ മുഖം മറ്റേ ശക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹം. കൃത ആസക്തിന ആഗ്രഹം ചെയ്തതായ നിന്റെ മുഖം സൂര്യൻ ഇങ്ങോട്ട് ആഗ്രഹിച്ചതായ അബ്ജേന കമലേന തുല്യം. ഇത് ഏക അർത്ഥ. താമര, അബ്ജ എന്ന് പറഞ്ഞാൽ താമര എന്നർത്ഥം. കമലേന തുല്യം, ആ താമരയോട് തുല്യമാണ് നിന്റെ മുഖം എന്നർത്ഥം. സൂര്യനും താമരയും കൂടിയുള്ളൊരു ബന്ധമുണ്ട് അവിടെ, അത് പറയുന്നതാണ്. ത്വന്മുഖം ഹരിണേന മൃഗേണ ആഹിതശക്തിന കൃതസംഖ്യേന അബ്ജേന ചന്ദ്രേണ തുല്യമിതി ദ്വിതീയ അർത്ഥ. നിന്റെ മുഖം അതേപോലെ ഹരിണേന മൃഗേണ ആഹിതശക്തിന. ചന്ദ്രന്റെ ചന്ദ്രബിംബത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനിനെ അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഒരു മുയലിനെ കാണാം. ഹരിണം എന്ന് പറഞ്ഞാൽ മാനാണ്. ഹരിണാ മൃഗേന ആഹിതശക്തിന കൃതസംഖ്യേന അബ്ജേന ചന്ദ്രേണ തുല്യമിതി. അതായത് നിന്റെ മുഖം ആദ്യം പറഞ്ഞു താമരേനെ പോലെയാന്ന് പറഞ്ഞു, ഇനി ചന്ദ്രനെ പോലെയാന്ന് പറയുകയാണ്. തൊന്മുഖം ഹരിണേന മൃഗേണ ആഹിതശക്തിന, മാനിനാൽ സംഘം ചെയ്യപ്പെട്ടതായ ചന്ദ്രനോട് തുല്യമാണ് എന്ന് രണ്ടാമത്തെ അർത്ഥം. അത്ര പ്രകൃതയെ നായികാ വർണ്ണനെ അപ്രകൃതയോഹോ. പ്രകൃതമായിട്ടുള്ള നായികയെ വർണ്ണിക്കുന്ന സമയത്ത് അപ്രകൃതങ്ങളായിട്ടുള്ള രണ്ട് സാധനങ്ങൾ പത്മവും ചന്ദ്രനും. പത്മചന്ദ്രയോഹ വർണ്ണനാത് അപ്രകൃത ശ്ലേഷ. ഇവിടെ പത്മത്തിനെയും ചന്ദ്രനെയും വർണ്ണിച്ചു, അത് അപ്രകൃത ശ്ലേഷം. പത്മം ചന്ദ്രൻ ഇവ എപ്പോഴും ഉപമാനങ്ങളാണ്, അവയിൽ ശ്ലേഷം കണ്ടു. അതുകൊണ്ടാണ് ഉപമാനശ്ലേഷം ഇവിടെ അപ്രകൃത ശ്ലേഷ എന്ന് പറയാൻ കാരണം. ഇനി അതിന് തന്നെ ഒരു ശ്ലോകവും ഒരു ഉദാഹരണം പറയാണ്. നീതാനാം ആകുലീഭാവം ലുബ്ധൈർ ഭൂരിശിലീമുഖൈ സദൃശേ വനവൃദ്ധാനാം കമലാനാം ദീക്ഷണേ. നിന്റെ കണ്ണുകള് പറയുന്നതാണ്. ദീക്ഷണേ, നിന്റെ കണ്ണുകള് ലുബ്ധൈഹി മധുലോലുപൈഹി, തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരായ ലുബ്ധന്മാരെന്ന് പറഞ്ഞാൽ ഈ മധുലോലുപൈഹി, തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അത്യാസക്തിയോട് കൂടിയിട്ട് വരുന്ന വണ്ടുകൾ. ഭൂരിശിലീമുഖൈഹി, വളരെയധികം വണ്ടുകൾ, വണ്ടുകളാൽ ആകുലീഭാവം നിദാനാം, ആകുലമായി കലങ്ങി മറന്നതായ ഭാവത്തെ ഉണ്ടാക്കിയിട്ടുള്ള കാട്ടില് വനേ ജലേ വൃദ്ധിം പ്രാപ്താനാം കമലാനാം. കാട്ടില് വൃദ്ധിയെ പ്രാപിച്ചവൾ കാട്ടിൽ വിടർന്ന താമരകളുടെ സദൃശോ ഭവത ഇത് ഏക അർത്ഥ പത്മപക്ഷേ. നിന്റെ മുഖം തേൻ കിട്ടാൻ വേണ്ടിയിട്ട് പാറി വന്നിട്ടുള്ള അനവധി ഭ്രമരങ്ങളാൽ ആകുലമായിട്ടുള്ള താമര പോലെ, കാട്ടിൽ വിരിഞ്ഞ താമരകളുടെ പോലെയാണ് നിന്റെ മുഖം. നിന്റെ കണ്ണുകൾ നിന്റെ കണ്ണുകൾ ആകെ ഇങ്ങനെ പേടിച്ചിട്ട് ഭ്രമരം വന്നിട്ട് വണ്ടുകൾ ഒന്നായിട്ട് വന്നിട്ട് താമരൻ്റെ ഇല കംപ്ലീറ്റ് നാശാക്കും ഇപ്പം. അതുകൊണ്ട് ആ ഒരു വല്ലാത്തൊരു പരിഭ്രമുണ്ട് ആ കണ്ണുകൾക്ക് എന്നർത്ഥം. തീക്ഷണേ, ഇത് ഒരക്ഷരം.
ഇതൊരർത്ഥം. പത്മപക്ഷത്തിൽ, താമരായുടെ പക്ഷത്തിൽ ഈ ഒരർത്ഥം. പിന്നെ ത്വദീക്ഷണേ, നിന്റെ കണ്ണുകള് ലുബ്ധൈഹി വ്യാധൈഹി, ലുബ്ധന്മാരാണ്, വ്യാധന്മാരാണ്, കാട്ടാളന്മാർ, വേടന്മാരാൽ, ശിലീമുഖൈഹി ബാണൈഹി ആകുലീഭാവം നീതാനാം. നിന്റെ മുഖം അല്ല, നിന്റെ കണ്ണുകള് വേടന്മാരാൽ, കാട്ടാളന്മാരാൽ അസ്ത്രങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വന്നിട്ട് അസ്ത്രങ്ങൾ കണ്ട് പേടിച്ചിട്ട് ആകുലമായിട്ടുള്ള ഭാവത്തെ നയിക്കുന്ന വനേ അരണ്യ വൃദ്ധാനാം ഹരിണാനാം സദൃശേ, വനത്തില് അരണ്യത്തില് കാട്ടിലുള്ള വൃദ്ധന്മാരായിട്ടുള്ള മാനുകളുടെ, നല്ലോണം പ്രായമുള്ള മാനുകളുടെ കണ്ണ് പോലെ ആയിട്ടുണ്ട് എന്നുള്ളത് മാനിന്റെ പക്ഷം. മാനിന്റെ പക്ഷം എന്ന് പറയുന്നു. ഇവിടെ ഹരിണപക്ഷേ, ഹരിണപക്ഷത്തിൽ നിന്നർത്ഥം. അത്ര ഇവിടെ സംശയമുള്ളത് ആ കമലപദം, ഈ കമലെന്ന്, വനവൃദ്ധാനാം കമലാനാം, വനവൃദ്ധൻ, വനത്തിലെ വൃദ്ധന്മാരാണ് വനവൃദ്ധന്മാർ. കമലം അവിടെ ആദ്യം താമര എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാ അപ്പൊ ഇത് ഹരിണം എന്ന് പറയാന്ന് എനിക്കറിയില്ല. മാനിന് കമലം എന്ന് ആരും പറയാറില്ല. അല്ല, എനിക്കറിയാത്തതുകൊണ്ടാണെന്നല്ല, നോക്കണം, ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. ഞാനത് ഉണ്ടാവുക അത്ര കമലപദം എവിടെ ചേർക്കും, അതൊരു സംശയമാണ്. സാരില്ല, അതാണ് കിടന്നോട്ടെ. അത്ര ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. ആദ്യത്തെ ഉദാഹരണം പറഞ്ഞാൽ സംശയമുള്ളത് പറയണ്ട. അത്ര നായികാനേത്രയോഹോ ഉപമാനയോഹോ, നായികയുടെ നേത്രങ്ങളായിട്ടുള്ള ഉപമാനത്തില്, നായികാനേത്രങ്ങളായുള്ള ഉപമാനത്തില് കമലഹരിണയോഹോ, കമലത്തിന്റെയും ഹരിണത്തിന്റെയും, കമലം താമര, കമലഹരിണയോഹോ നാനാർത്ഥപദാശ്രയേണ സാദൃശ്യവർണ്ണനാത് അപ്രകൃതശ്ലേഷ. കമലത്തിനും ഹരിണത്തിനും നാനാർത്ഥപദ പദങ്ങൾ വന്നിട്ട് ആശ്രയിച്ചത് കൊണ്ട്, സാദൃശ്യം പറഞ്ഞതുകൊണ്ട് അപ്രകൃതശ്ലേഷം, ഉപമാനശ്ലേഷം എന്നർത്ഥം. ഇനി പ്രകൃതാപ്രകൃതശ്ലേഷമാണ്. വർണ്യാവർണ്യശ്ലേഷ ഉഭയാശ്രയ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. വാക്ക് ശ്രദ്ധിക്കണം. മറ്റെന്താണ്, നാനാർത്ഥ സംശ്രയ ശ്ലേഷ വർണ്യ അവർണ്യ ഉഭയാശ്രിത, ഉഭയത്തിനെ ആശ്രയിക്കുന്നത്. അപ്പം ഉപമാനവും പറയും ഉപമയവും പറയുന്ന ശ്ലോകമാണ്. അപ്പൊ അത് പറയാണ്, ഉച്ചരത് പ്രകൃതാപ്രകൃതാനേകാർത്ഥഗോചര ശബ്ദവിന്യാസ പ്രകൃതാപ്രകൃതശ്ലേഷ. പ്രകൃതത്തിനും അപ്രകൃതത്തിനും അനേകാർത്ഥങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന, ഗോചരമാകുന്ന വെച്ചാൽ കാണാൻ പറ്റുന്നത്, അങ്ങനത്തെ ആ ഒരു അർത്ഥം ആണ് ഏത്, അങ്ങനത്തെ ശബ്ദവിന്യാസമാണ് പ്രകൃത അപ്രകൃതശ്ലേഷം. 87-ാമത്തെ പേജ്. ഉച്ചരത് ഭൗരികീലാല ശുശുഭേ വാഹിനീപതി. ഉച്ചരത് എന്ന് പറഞ്ഞാൽ ഉയർന്നു പൊങ്ങുന്നതായ ഭൂരി, വളരെയധികം. കീലാലഹ, കീലാലഹ എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥം. ജലം എന്നുണ്ട് അർത്ഥം, രക്തം എന്നുണ്ട്. ഭൂരി എന്ന് പറഞ്ഞാൽ വളരെയധികം. കീലാലം, കീൻ അലതി ഇതി കീലാല. കീലാം അലത്തി ഇതി കീലാല. സമുദ്രത്തില് ഒരു മഹർഷീന്റെ കോപം ആയിട്ടുള്ള, ആർവ മഹർഷീന്റെ കോപം ബടവാഗ്നി രൂപത്തിൽ ഈ സമുദ്രത്തിന്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത്. ആ ബടവാഗ്നി രൂപത്തിലുള്ള അഗ്നിയാണത്, ആ മഹർഷീന്റെ കോപം ആണ്. അതൊരു പ്രതികാര കഥയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് വല്ലാണ്ട്, ഇയാളിങ്ങനെ പരശുരാമന്റെ ഒക്കെ അല്ലേ, പരശുരാമന്റെ ഒരു പൂർവികനാണ്. പരശുരാമനെ ഉപദ്രവിച്ച പോലെ അദ്ദേഹത്തിനെയും ഉപദ്രവിച്ച്, അദ്ദേഹത്തിന്റെ അമ്മേനെ അച്ഛനെയൊക്കെ വെട്ടിക്കൊന്ന് ഉപദ്രവിച്ചുകൊണ്ടാണ് ഇയാൾ ഉണ്ടായപ്പോ തന്നെ, ഔർവൻ എന്ന് പറഞ്ഞ മഹർഷി ഉണ്ടായപ്പോ തന്നെ ആ ദുഷ്ടരാജാക്കന്മാരൊക്കെ ഇയാളെ കണ്ണോണ്ട് ഇയാൾ ചുട്ടരിച്ചാളത്. അപ്പോ കീലാലഹ, ആ കീലാം അലത്തി, ആ കീലത്തിന്, അഗ്നികീലത്തിന്, അഗ്നിഗോളത്തിന് അലത്തി നാശയതി ഇത് കീലാല. അപ്പൊ അഗ്നിനെ നശിപ്പിക്കുന്നത് സമുദ്രമാണ്. അപ്പൊ കീലാലഹ എന്ന് പറഞ്ഞാൽ സമുദ്രം.
ഉച്ചരത് ഭൂരികിലാല, ഉയർന്നു പൊന്തുന്ന വലിയ തിരമാലകളോടുകൂടിയുള്ള സമുദ്രം. സമുദ്രം എന്ന് പറയുന്നില്ല, ശുശുഭയെ ശോഭിച്ചു. വാഹിനീപതി, വാഹിനികളുടെ നദികളുടെ പതിയായിട്ടുള്ള സമുദ്രം വളരെ തിരകൾ ഉയർന്ന് ശോഭിച്ചു എന്ന് ഇവിടെ അത് ഉപമാന വിഷയത്തിലാണ് വരിക അർത്ഥം. ഉപമേയ വിഷയത്തിൽ നോക്കും. ഉച്ചരത് ഭൂരികീലാല, മേല് മുഴുവൻ ചോരയായിട്ട്, ചോര ഇങ്ങനെ ശത്രുക്കളുടെ അമ്പൊക്കെ അസ്ത്രങ്ങൾ കൊണ്ടിട്ട് വെട്ടൊക്കെ ഏറ്റിട്ട് ചോര അങ്ങനെ ഉച്ചരത് ഭൂരികീലാല മുറിഞ്ഞിട്ട് അയിന്നിങ്ങനെ ചോര പതഞ്ഞ് ചോര പുറത്തേക്ക് കുത്തി ഒഴുകുന്ന ആ വാഹിനീപതി, സേനയുടെ അധിപൻ, സേനാധിപതി ശുശുഭേ ശോഭിച്ചു എന്നർത്ഥം. അപ്പൊ സേനാപതി എന്ന് പറയുമ്പോൾ ഇവിടെ ഉപമേയമാണ്, സമുദ്രം ഉപമാനം. ഉച്ചരത് ഉദ്യച്ഛത് ഭൂരികീലാലഹ രക്തപ്രവഹമാന വാഹിനീപതി സേനാപതി ശുശുഭേ ശോഭിച്ചു ഇത് പ്രകൃതാർത്ഥ. ഉയർന്നു പൊങ്ങുന്നതായ വളരെയധികം ബഹുരക്ത പ്രവഹമാന, വളരെയധികം രക്തം ശരീരത്തിൽ നിന്ന് പോകുന്നതായ ആ സേനാധിപതി ശോഭിച്ചു എന്നാണ് അവിടെ പ്രകൃതത്തിലുള്ള അർത്ഥം, ഉപമേയത്തിലുള്ള അർത്ഥം. പിന്നെ പറയാണ് ഉച്ചരത് ബഹു കീലാലം ജലം യസ്യ സ നദീനാം പതി സമുദ്രഹാശുശുഭേതി അപ്രകൃതാർത്ഥ. ഉച്ചരത് ഉയർന്നു പൊങ്ങുന്നതായ വളരെയധികം കീലാലം ജലം, ആ ഉള്ള ജലം, ഉയർന്നു പൊങ്ങുന്ന ജലമുള്ള നദിയുടെ പതിയായിട്ടുള്ള സമുദ്രം ശോഭിച്ചു എന്ന് അപ്രകൃതത്തിലും ശേഷം. മനസ്സിലായില്ലേ? ഉപമാനത്തിലും ശേഷം. അത്ര സൃഷ്ടപദാനാം പ്രകൃതാപ്രകൃതാർത്ഥ ഗോചരത്വാത് പ്രകൃതാപ്രകൃത ശ്ലേഷ. പ്രകൃതത്തിനും അപ്രകൃതത്തിനും, ഉപമേയത്തിനും ഉപമാനത്തിനും സൃഷ്ടപദങ്ങൾ വന്ന് ചേർന്നത് കൊണ്ട് അർത്ഥഗോചരത്വാത്, അർത്ഥം കാണാൻ പറ്റുന്നതുകൊണ്ട് പ്രകൃത അപ്രകൃത ശ്ലേഷം എന്ന് പറയാം. അതേപോലെ ഒരു ഉദാഹരണം കൂടി. അസാ ഉദയമാരൂഢ കാന്തിമാൻ രക്തമണ്ഡല രാജാഹൃതി ലോകസ്യ ഹൃദയം മൃദുലൈഹി കരൈ. നോക്കിക്കോളൂ. ഉദയമാരൂഢ അഭിവൃദ്ധിം പ്രാപ്ത രക്തമണ്ഡല അനുരക്ത പ്രജാമണ്ഡലയുക്ത അസൗ രാജ മൃദുലൈഹി കരൈഹി അല്പൈഹി ഗ്രാഹ്യധനൈഹി. കരം എന്ന് പറഞ്ഞാൽ നികുതി. അപ്പം അഭിവൃദ്ധിയെ പ്രാപിച്ചവനായിട്ടുള്ള ഈ രാജാവ് ഉദയമാരൂഢ അഭിവൃദ്ധിം പ്രാപ്ത എന്നവിടെ കാണാം. രക്തമണ്ഡല അനുരക്ത പ്രജാമണ്ഡല യുക്ത, രാജാവിനോട് അനുരാഗമുള്ള പ്രജകളുടെ സഭയോടുകൂടിയ ഈ രാജാവ് മൃദുലൈഹി കരൈഹി, സോഫ്റ്റ് ആയിട്ടുള്ള നികുതികളെ കൊണ്ട്, അല്പങ്ങളായിട്ടുള്ള നികുതികളെ കൊണ്ട് ലോകസ്യ ഹൃദയം ഹരതി, ലോകത്തിന്റെ ഹൃദയത്തിനെ ഹരിക്കുന്നു, കക്കുന്നു, ആവർജിക്കുന്നു എന്നുള്ളത് ഒരർത്ഥം. രാജാവിന്റെ വർണ്ണന അത് പ്രകൃതാർത്ഥം, ഉപമേയം. ഇത് തന്നെ ഉപമാനത്തിലേക്ക് വരുമ്പം ഉദയഗിരിമാരൂഢ രക്തമണ്ഡല അരുണമണ്ഡല രാജ ചന്ദ്ര. ഉദയഗിരിയെ പ്രാപിച്ചവനായിട്ടുള്ള രക്തമായ മണ്ഡലത്തോടുകൂടിയ അരുണ നിറമാർന്ന ചുവപ്പ് നിറമാർന്ന മണ്ഡലത്തോടുകൂടിയ രാജാവായിട്ടുള്ള ചന്ദ്രൻ മൃദുലൈഹി കരൈഹി, മൃദുലങ്ങളായുള്ള കരങ്ങളെ കൊണ്ട്, ശീതളത്വാത് മൃദുലൈഹി കരൈഹി, തണുപ്പുള്ളതായ തൻ്റെ രശ്മികളെ കൊണ്ട് ലോകസ്യ ഹൃദയം ഹൃദയ ആകർഷയതി ഇതി അപ്രകൃതാർത്ഥ. ലോകത്തിന്റെ ഹൃദയം ആകർഷിക്കുന്നു എന്നുള്ളത് ഉപമാനത്തിലുള്ള അപ്രകൃതത്തിലുള്ള ഒരു അർത്ഥം. അത്ര പ്രകൃതയെ രാജവർണ്ണനായാം അപ്രകൃതസ്യ ചന്ദ്രവൃത്താന്തസ്യ വർണ്ണനാത് പ്രകൃത അപ്രകൃത ശ്ലേഷ. ഇതിങ്ങനെ പറയുന്നത് കേട്ടാൽ രാജാവിനെ വർണ്ണിക്കുകയാണ്, പക്ഷേ ചന്ദ്രന്റെയും കൂടി ഒരു വർണ്ണന ഉള്ളതായിട്ട് തോന്നും. ഇതാണ് അപ്രകൃത ശ്ലേഷം. സഭംഗ അഭംഗ ശ്ലേഷ വിഭാഗ സർവതോ മാധവ യോ ഗംഗാം കാകോദര പോതനാമാരണഖ്യാത ഹരിണാഹിസക്തിന ഇത്യാദോ പരസ്പരം വിലക്ഷണം പദഭംഗമപേക്ഷ്യ നാനാർത്ഥബോധനാത് സഭംഗശ്ലേഷ. ഈ പദങ്ങൾ, ഇതൊന്നുമില്ല, പദങ്ങൾ ഇങ്ങനെ യോ ഗംഗാം എന്നുള്ളത് യ അകം ഗാം എന്നൊരു പദച്ഛേദം, മാധവ സർവതോ മാധവ എന്നുള്ളത് സർവദാ മാധവ എന്നും സർവദാ ഉമാധവ എന്നും രണ്ട് തരത്തിൽ വാക്കുകളെ പിരിച്ച് പഠിക്കുന്നത് കൊണ്ട് അത് ഭംഗം വരുത്തിയിട്ട് പഠിക്കുന്നത് സഭംഗശ്ലേഷം.
പൂതനാമാ പൂതനാമാരണഖ്യാത എന്നുള്ള പൂതനയുടെ വധം കൊണ്ട് പേരെടുത്തവൻ. അത് മറ്റൊരർത്ഥത്തിലേക്ക് വരുമ്പം പൂതനാമാരണഖ്യാത, പൂതനാമ പരിശുദ്ധമായ പേരോടുകൂടിയുള്ള ആള്, യുദ്ധത്തിൽ പേരെടുത്തുള്ള ആള് ശ്രീരാമൻ. ഇങ്ങനെ ഹരിണാഹിത ശക്തിന ഇത്യാദോ, ഇവയിലൊക്കെ പരസ്പരം വിലക്ഷണമായിട്ടുള്ള പദഭംഗം അപേക്ഷിച്ച് പദഭംഗത്തിനെ ബേസ് ചെയ്തിട്ട് നാനാർത്ഥബോധനം ഉണ്ടാവുന്നത് സഭംഗശ്ലേഷം. ഇനി അബ്ജഗീലാലവാഹിനീപതി രക്തമണ്ഡല രാജായിത്യേഷു പദേഷു വിലക്ഷണസ്യ പദഭംഗസ്യ അഭാവാത് അഭംഗശ്ലേഷ. പദഭംഗം, ആ വാക്കുകൾ മുറിക്കാണ്ട് അബ്ജം, കീലാലം, വാഹിനീപതി, രക്തമണ്ഡല, രാജാവ് മുതലായിട്ടുള്ള പദങ്ങളിലൊക്കെ വിലക്ഷണമായിട്ടുള്ള പദഭംഗമില്ലാത്തത് കൊണ്ട് അഭംഗശ്ലേഷം. എവം പ്രകാരാന്തരേണ ശ്ലേഷോദ്യവിധ, രണ്ട് പ്രകാരത്തിൽ ശ്ലേഷം, സഭംഗശ്ലേഷം അഭംഗശ്ലേഷം എന്നുള്ള രണ്ട് പ്രകാരത്തിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ഞാനിവിടെ പൂർത്തീകരിച്ചു. 88-ാം പേജിൽ ചോദ്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നോക്കിക്കോളൂ. എന്നിട്ട് ചോദ്യം നോക്കിയിട്ട് ആ അലങ്കാരം എവിടെയാ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് പഠിച്ചാൽ മതി. മറ്റേ കാവ്യരിംഗസ്യ നിർദ്ദിഷ്ട അഭ്യാസ എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ ഉണ്ട്. വസ്തുനിഷ്ഠ പ്രശ്നാനാം ഉത്തരാണി എന്നുള്ളത് അവിടെ ഉണ്ട്. അർത്ഥാന്തർന്യാസാലങ്കാരസ് ലക്ഷണം കിം, എന്താണ് അതിൻ്റെ ലക്ഷണം? ക്ഷുദ്രേപി നൂനം ശരണം പ്രപന്നെ മമത്വം ഉച്ചൈശ്വരസാം സദീവ എന്നുള്ള അലങ്കാര ക എന്ന് വെച്ചാൽ അലങ്കാരം ഏതാണ്? നിജദോഷാവൃത മനസ്സാമത് അത് അസ്മിൻ ശ്ലോകയെ കോ അലങ്കാര, ഈ ശ്ലോകത്തിൽ എന്താണ് അലങ്കാരം എന്ന് 3-ാമത്തെ ശ്ലോകം. വ്യതിരേകം സോദാഹരണം വ്യാഖ്യാനം, വ്യതിരേക അലങ്കാരം ഉദാഹരണമായിട്ട് പറയാൻ, ഉദാഹരണത്തോടു കൂടെ സോദാഹരണമായിട്ട് വ്യാഖ്യാനിക്കാൻ. അനന്വയാലങ്കാരസ് ലക്ഷണമെങ്കിൽ ഇതിൻ്റെ ലക്ഷണം എന്താണ്? അനന്വ എന്ന് പറഞ്ഞില്ല. ഉപമേയോപമാം സോദാഹരണം വ്യാഖ്യാതം, ഉപമേയോപമാ എന്ന് പറഞ്ഞ അലങ്കാരം ഉദാഹരണത്തോടു കൂടെ പറയാൻ. ശ്ലേഷ കതിവിധ തേകേ, ശ്ലേഷം എത്ര വിധം, അവ ഏവ ഒക്കെയാണ് ചോദ്യം. സർവതോ മാധവ പായാസ യോഗംഗാമതീധരത് ക അലങ്കാര, ഇവിടെ എന്താണ് അലങ്കാരം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാവ്യലിംഗാർത്ഥാം ഏകേന വാക്യേന ദ്വാഭ്യാം വാ ഉത്തരാണികത, 1-2 വാക്കുകളെ കൊണ്ട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. പിന്നെ ചോദ്യങ്ങളുടെ അർത്ഥം, ചോദ്യങ്ങളുടെ പറയാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അതെന്തൊക്കെയാണ്? സെക്ഷൻ ബി അതൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. 90-ാം പേജിൽ ലേശനേരം പറയാം. മൂഢഹ കേഭ്യ ശ്രാദ്ധം ന ദദതി, മൂഢന്മാർ 90-ാം പേജാണ്. ആർക്കാണ് ശ്രാദ്ധം നൽകാത്തത്? വിദുര നീതിയിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്നുള്ള പുസ്തകത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. നോക്കണം, അത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ടോ നോക്കാം. വിദുരനീതി എത്ര അധ്യായങ്ങളുണ്ട്? പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് അത് ശ്ലോകമല്ലേ, 66 ശ്ലോകമല്ലേ ഉള്ളൂ. അപ്പം എത്ര അധ്യായം എന്നുള്ളത് നോക്കണം. സഞ്ജയ അല്ല, ഒന്ന് നെറ്റ് എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വിദുരനീതിയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായുള്ള ഉത്തരം കിട്ടും. സഞ്ജയ കേശാം സകാശാത് ആഗത, സഞ്ജയൻ ആരുടെ അടുത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. കഹ ധർമാർത്ഥാവനുഗച്ഛതി, ആരാണ് ധർമാർത്ഥങ്ങളെ അനുഗമിക്കുന്നത്? ദ്വാ അംഭസി നിവേഷ്ടവ്യവും, 2 ആളുകളെ വെള്ളത്ത് കെട്ടി താത്തേണ്ടതാണ്. ആരെ? കൗ. ഉപമാനോപമേയത്വം ഇത് ഏകസ്യൈവ വസ്തുനഃ ഇതം കസ്യ അലങ്കാരസ്യ ലക്ഷണം, ഇത് ഏത് അലങ്കാരത്തിൻ്റെ ലക്ഷണമാണ്? ഉപമാനോപമേയത്വം ഇത് ഏകസ്യൈവ വസ്തുനഃ ഇന്ദുരിന്ദുരിവ ശ്രീമാൻ എന്നാണ്. ഉപമേയോപമയാണ്. അത് ആ പുസ്തകത്തിൽ നോക്കിയാൽ മതി. കുവലയാനന്ദസ്യ കർത്താകഹ എന്നുള്ളത് അപ്പയ്യ ദീക്ഷിത എന്ന് ഉത്തരം എഴുതണം. ഉപമാലങ്കാരസ്യ കതി അവയവാഹ സന്ധി, ഉപമാലങ്കാരത്തിന് എത്ര അവയവങ്ങൾ എന്ന് വെച്ചാൽ, അവയവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗം, അത് 4 ഉപമാന, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാവാചകം. കാ പുരുഷം സമലങ്കരോതി, ഇതാണ് വാണ്യേക. വാണി ഏകാ പുരുഷം സമലങ്കരോതി. മാർക്കിനനുസരിച്ച് എഴുതണം. ആ വാണിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ആ ശ്ലോകം ഒരു 5 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആ വാക്ക് എന്താണ്, യാ സംസ്കൃതാധാര്യത എന്നൊക്കെ കൂടെ പറഞ്ഞിട്ട് അത് എഴുതാം. അസ്തേയം ഇത്യസ്യ അർത്ഥഃ ക,
അസ്തേയം എന്നുള്ള വാക്കിൻ്റെ എന്താണ് അർത്ഥം? സ്തേയം എന്ന് പറഞ്ഞാൽ മോഷണമാണ്. അസ്തേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, ഒന്നും ചെയ്യാണ്ടിരിക്കൽ, കക്കാണ്ടിരിക്കൽ. സ്തേനഹ, സ്തേനഹ എന്നാണ് കള്ളനെ പറയുക. ഗുരു ഇതി പദസ്യ 13ാമത് ഗുരു ഇതി പദസ്യ അന്തർലിംഗ വിഭക്തി വചനാനി ലിഖിത. ഗുരു എന്നുള്ള അന്തർലിംഗ വിഭക്തി വചനാനി ലിഖിത. ഗുരു എന്നുള്ളത് എന്ത് അന്തം ആണ്? ഉകാരാന്തമാണ്, ലിംഗം പുല്ലിംഗമാണ്, വിഭക്തി പ്രഥമയാണ്, വിഭക്തി പ്രഥമയാണ്, വിഭക്തി വചനാണ്. ഇതൊക്കെ കൂടി എഴുതാൻ വേണ്ടിയിട്ടാണ്. വിശേഷശ്ചേത് ഉപമാനയോഹോ റിക്തസ്ഥാനം പൂരയത്, അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. വ്യതിരേകോ വിശേഷശ്ചേതെന്നാണ്. വ്യതിരേക വിതുരമതേക ത്രിഭുവനാധിപ ഭവിതും അർഹതി. വിതുരന്റെ അഭിപ്രായത്തിൽ ആരാണ് ത്രിഭുവനത്തിന് അധിപനാവാൻ യോഗ്യൻ എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ചോദ്യം. പിന്നെന്താണ്? ദ്വിതീയ ഭാഗ സെക്ഷൻ ബി 91-ാം പേജ്. കെ നിദ്രാരഹിതാഹ ഭവന്തി. ആർക്കാണ് ഉറക്കമില്ലാത്തതെന്ന് ഉപമാലങ്കാരത്തിൻ്റെ ഒരു ഉദാഹരണം പറയാ. ശിക്ഷകാനാം ദുരി കീർത്തനീയ. ആ ദുരി എന്നുള്ളത് ധുര്യകീർത്തനീയ എന്നാണ്. ദുരി എന്നല്ല, ധകാരം വേണം. നാ എന്നുള്ളത് തിരിച്ചിട്ടുള്ള ദുരി എന്ന് പറഞ്ഞാൽ ശിക്ഷകാണാം ദുരി കീർത്തനീയ. പഠിപ്പിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കേണ്ടത് ആരാണെന്നൊക്കെ അതിൽ ശ്ലോകം ഉണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. മനുഷ്യരൂപേണ വർത്തമാനാഹ മൃഗാഹ ചരന്തി. ആരാണ് മനുഷ്യരൂപത്തിൽ ഉള്ള മൃഗങ്ങളായിട്ട് ചരിക്കുന്നത് ആരാണ്? ധീരാഹ കീദൃശാഹ ഭവന്തി. ശ്ലോകം ഉണ്ട്, നോക്കിയാൽ മതി. കുതഹ മനോനിയന്ത്രണം കാര്യം. എന്തിനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്? യുധിഷ്ഠിരഹ കയാ അനേകാനി ദുഃഖാനി സഹതേ. യുധിഷ്ഠിരൻ എന്തുകൊണ്ടാണ് അനേകങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ സഹിക്കുന്നത്? തിതിക്ഷയാന്ന് മറ്റാണ് ഉത്തരം. അത് നോക്കണം. ആ ശ്ലോകം നോക്കിയാൽ മതി. അല്ല, അത് ആ ഭാഗം എന്താ പറയുന്നത് നോക്കിയാൽ മതി. അക്ഷമാവാൻ കിം കരിഷ്യതി. ക്ഷമ ഇല്ലാത്തവൻ എന്താണ് ചെയ്യുക? കൗ ബ്രഹ്മപദാത് അധികാരിണവും എന്നാണ്. ഭവത ആരൊക്കെയാണ് ബ്രഹ്മപദത്തിന് അധികാരികളായിട്ട് ഉണ്ടാവുക? അതുകൊണ്ട് നോക്കിയാൽ മതി. ദീപകാലങ്കാരസ് ലക്ഷണം. മാഷകഥ പറഞ്ഞുകൂടെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ നോക്കിയാലേ പറയാനാവുള്ളൂ എനിക്ക്. ദീപകാലങ്കാരത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് പറയണം. ഇങ്ങനെ ഓരോ